ഏത് കറിയുടെ കൂടെയും ഞാൻ മെച്ചാണ്. തേങ്ങ, ഒരു കപ്പ് ചോറ്, പച്ചരി, ഇത് മൂന്നും കൂടി അരച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഏത് കറിയുടെ കൂടെ ഇത് മാച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ കറി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചായയുടെ കൂടെ ആണെങ്കിലും മാച്ചാണ്. ഇറച്ചിക്കറി എല്ലാത്തിൻ്റെ കൂടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. സ്വാദ് കൂട്ടാൻ വേണ്ടി ഞാൻ ഒരു പൊടിക്കൈ കൂടി ചേർത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇതിൻ്റെ കൂടെ തേങ്ങയ്ക്ക് അരച്ചതിൻ്റെ കൂടെ ദോശ അരച്ച മാവിന് ഒരു പിടി നാളികേരം കൂടി ചിരവിയിട്ടുണ്ട്. അപ്പോൾ സ്വാദ് ഒന്നും കൂടിയും കൂടും. അതാണ് ഈ ദോശയുടെ മഹത്വം. എത്ര പെട്ടെന്ന് നമുക്കുണ്ടാക്കാം. രാവിലെ തന്നെ അരച്ച് പെട്ടെന്ന് ഉണ്ടാക്കാം. പുളിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ദോശ എന്തായാലും ഇഷ്ടപ്പെടും. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി. ഇതിൽ ഉണക്കമുളക് ചുട്ടത്, ഉള്ളി, ചെറിയ ഉള്ളി, ഉപ്പ്, തേങ്ങ, ഇത് ഈ പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ എല്ലാ കറിക്കും മാച്ചാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ ചായയുടെ കൂടി ഇത് മാച്ചാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ പലഹാരം ഇല്ലെങ്കിൽ ഇത് ഒരു ബലമൊന്നും വെച്ചിട്ടുണ്ടാവില്ല. നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്ക് ചായയുടെ കൂടി